പ്രിയമുള്ള സഹോദരങ്ങളെ, റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങളിൽ ഏറെ സുപ്രധാനമായ വഴിയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. അവൻ വാഗ്ദാനം നൽകിയ കാര്യമാണ്. അവനെ സൂക്ഷിച്ചവർക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ ഉപജീവനത്തിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു നൽകുമെന്ന്. അള്ളാഹു പറഞ്ഞു, വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹു പറയുന്നു, വമയത്തഖില്ലാഹ്, ആരവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യജ്അൽ ലഹു മഖറജ, അള്ളാഹു അവന് പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകുന്നതാണ്. ആര് അള്ളാഹുൽ തവക്കുലാക്കിയോ അവന് അള്ളാഹു മതിയായവനാണ്. റബ്ബിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തഖ്വ അല്ലാഹ്, റബ്ബിനെ സൂക്ഷിക്കുക എന്നത് അവൻ റിസ്ക് നൽകുന്ന പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ്. അതിൻ്റെ മറുവശമാണ് തിന്മകൾ ഉപേക്ഷിക്കുക എന്നത്. പാപങ്ങൾ അത് റിസ്കിനെ മുടക്കിക്കളയും. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് അവൻ ഉപേക്ഷിച്ചാൽ ധാരാളക്കണക്കിന് റിസ്കിൻ്റെ വാതിലുകൾ തുറന്നു നൽകും. തിന്മകളിലൂടെ ഒരുവൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരിക്കലും അവന് അത് സമാധാനമോ സന്തോഷമോ നൽകുകയില്ല, അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. അവൻ്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, കയ്യിൽ പണമുണ്ട് എങ്കിലും. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ ഐശ്വര്യം മനസ്സിൽ നൽകിയവൻ, അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കുറവാണ് എങ്കിലും അവൻ്റെ കൺമുന്നിൽ അള്ളാഹു ഐശ്വര്യം നൽകും. അവനൊരു ദരിദ്രനെ പോലെ അല്ല ജീവിക്കുക, മറിച്ച് അവൻ്റെ മനസ്സ് അത് വിശാലമായ അവസ്ഥയിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറദ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ഒരുപാട് വിഭവങ്ങൾ കയ്യിലുണ്ടാവുക എന്നതല്ല ധന്യത, അതല്ല ഐശ്വര്യം എന്ന് പറയുന്നത്, അതല്ല യഥാർത്ഥ സമ്പന്നത. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യമാണ്. അള്ളാഹു മനസ്സിൽ ധന്യത നൽകുക, അതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലേ നോക്കൂ നിങ്ങൾ, എത്രയോ പണക്കാരുണ്ട്, അവൻ്റെ ഖൽബ് ഫഖീറാണ്. എത്രയോ സാധുക്കളുണ്ട്, അവൻ്റെ ഖൽബ്, അവൻ്റെ ഹൃദയം അത് ഗനിയാണ്, അത് സമ്പന്നമാണ്. അവൻ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ് കഴിയുന്നത് എന്ന് അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്.